ഹായ് എല്ലാവർക്കും മിലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞങ്ങൾ മിലു കിച്ചണിൽ ചെയ്യാൻ പോകുന്നത് ഒരു പെപ്പർ ചിക്കനാണ്. നമ്മുടെ നാടൻ കുരുമുളകൊക്കെ പൊടിച്ച് ചേർത്ത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളുടെ അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിൻ്റെ പകുതി, ഇത് ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. അതിൻ്റെ 1 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 2 പച്ചമുളക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കന് ഇതിലോട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഈ ചിക്കൻ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഈ മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കത്തക്കോണം നന്നായിട്ട് ഈ ചിക്കനൊന്ന് ഇളക്കി എടുക്കണം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ അടച്ചൊന്നും വെക്കണ്ട. ഇതുപോലെ തന്നെ നമ്മൾ ഇത് തുറന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതി. നമുക്കിനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ആ പാനിലോട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ നമ്മൾ ചിക്കനിൽ ചേർത്ത് കൊടുത്തു. അതിൻ്റെ ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ നമ്മളിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇതൊരു 4 പച്ചമുളകുണ്ട്. 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള, ഞാനിവിടെ ഒരു വലിയ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. ഒന്ന് നന്നായിട്ട് ഇളക്കി നമ്മളിത് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള വഴണ്ടി കിട്ടുന്നതിനായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് വേണം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു. അപ്പം നിങ്ങളെ എണ്ണയൊക്കെ നിങ്ങളുടെ അളവിന് അനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താണ് നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്നത്. അതനുസരിച്ച് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ കാന്താരി മുളക് ഉണക്കി പൊടിച്ചതാണ്. അത് നമുക്ക് ഞാനൊരു 4-5 കാന്താരി മുളക് ഉണക്കി പൊടിച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. നമ്മൾ എരിവിന് വേണ്ടി ഞാനിവിടെ ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാന്താരിയോ അല്ലെ പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ അതോ ഒക്കെ നമുക്കിതിന് ചേർത്ത് കൊടുക്കാം. പച്ചക്കുരുമുളകൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കന് ഈ മസാലയൊക്കെ പിടിക്കത്തക്കവണ്ണം നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. കുറച്ചും കൂടെ ഉപ്പ് നമുക്ക് ഇതിന് ചേർത്ത് കൊടുക്കാം. സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളിക്ക നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ കുരുമുളക് നല്ല കല്ലിൽ വെച്ച് ഞാൻ ചതച്ചതാണ്. പൊടിച്ചെടുക്കരുത്, നല്ല ചതച്ച രൂപത്തിലേ നമ്മളല്ലേ ക്രഷ് ചെയ്ത രൂപത്തിലേ ആവാവുള്ളൂ. ഈ ഒരു രീതിയിൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. നല്ല പെപ്പറിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മസാല എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഒന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഒന്ന് വേവാനും ഈ മസാലയൊക്കെ ചിക്കനിലേക്കൊന്ന് പിടിക്കാനുമായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം, തിളച്ച വെള്ളം, ചൂടുവെള്ളമാണേ, ചൂടുവെള്ളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് കൈ കൊണ്ട് ഒന്ന് മുറിച്ച് ഇതിലോട്ടിടാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെപ്പർ ചിക്കനാണ്. നിങ്ങൾ ചിക്കൻ കറിയൊക്കെ കഴിച്ച് മടുത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചിക്കൻ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ വേറെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഇത് നമുക്ക് പച്ചക്കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അരച്ച് ചേർത്തും ഒക്കെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ എനിക്ക് അതൊന്നും ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഉണക്ക കുരുമുളക് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ പച്ചക്കുരുമുളകൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ല ഗ്രീനായിട്ടൊക്കെ ഇരിക്കും. ഇത് ഇപ്പം നമ്മൾ ഉണക്ക കുരുമുളക് വെച്ചാണ് ഇത് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. ചിക്കൻ നല്ലതായിട്ട് വറ്റി വന്നിട്ടുണ്ട്, നല്ല പെരണ്ട് വന്നിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് ഇടാം. പക്ഷേ ഇവിടെ ഇപ്പം കുവൈറ്റിൽ ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും ഇപ്പോൾ ഇടുന്നില്ല. നിങ്ങളുടെ കയ്യിൽ അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഫ്രഷ് ആയിട്ടുള്ളത് ഇട്ടാൽ അതിൻ്റെ ഒരു മണവും ഒക്കെ കിട്ടുമ്പോൾ ഒന്നും കൂടെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. ഇപ്പം ഞാൻ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ എൻ്റെ തൊട്ട് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കോമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു ടേസ്റ്റി റെസിപ്പിയായി വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.